അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, വീക്കെൻഡാണ്, സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ലഞ്ച് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അച്ചാച്ചന് കൊണ്ടുപോകാൻ ലഞ്ചിന് ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആണെങ്കിലും ആൾ ഹാപ്പിയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തിക്കുള്ള പരിപാടികളാണ് നോക്കുന്നത്. ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാനിപ്പോൾ ഒന്ന് കുഴച്ച് വെച്ചു. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് പതുക്കെ മുറ്റത്തോട്ട് ഇറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് കാണാം, കുറച്ച് ചെടികളെയും പൂക്കളെയൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം. ഇന്ന് ഏതായാലും മഴയ്ക്കുള്ള യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇന്ന് തുണിയൊക്കെ അലക്കിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. മുറ്റത്ത് കുറച്ച് സമയം ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറി. ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് സബ്ജിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് പയറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവോളയും 3 പച്ചമുളകും കൂടി എടുത്തു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം നന്നായി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. സവോളയും പച്ചമുളകും ഞാനിപ്പോൾ കഴുകുന്നില്ല. തൊലിയെല്ലാം പൊളിച്ച് കഴുകി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അരിഞ്ഞ് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ കൈവശമുള്ള എല്ലാ പച്ചക്കറികളും നമുക്കിതിനകത്ത് ഇങ്ങനെ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ച് എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് ജീരകവും പൊട്ടിച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടി അതിനകത്തൊന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കറി റെഡി. മല്ലിയില കൂടി ചേർക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എൻ്റെ ഈ മല്ലിയില ഇപ്പോൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇനി അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമൊന്നും അല്ല കേട്ടോ. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് കഴിക്കാൻ സാധ്യത വളരെ കുറവാണ്. മിക്കവാറും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഓട്സ് ആയിരിക്കും. ഇതിനിടയ്ക്ക് അച്ചാച്ചൻ അവിടെ വന്ന് നിന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. സിങ്കിൽ 1-2 പാത്രം ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ലഞ്ച് ബോക്സും ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഞാൻ അടുക്കളയിൽ നിന്നാലും ചുറ്റുവട്ടത്ത് എപ്പോഴും ആരെങ്കിലും കാണും. ഒന്നെങ്കിൽ കൊച്ചിറക്കം കാണും, അല്ലെങ്കിൽ അച്ചാച്ചൻ കാണും. ഇവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ ബോറടിക്കുമോ തന്നെ നിന്ന് ജോലി ചെയ്യുന്നതായിട്ടൊന്നും തോന്നത്തില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ എന്തോ ഇതിന് മാത്രം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവരെന്തെങ്കിലുമൊക്കെ ഇവരുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ പാലടുപ്പിൽ വെച്ചു കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു. പാല് തിളപ്പിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഇനി ആ പാല് തിളയ്ക്കാനുള്ള സമയം കൊണ്ട് ഞാൻ അച്ചാച്ചനുള്ള ലഞ്ചും കൂടെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി ചായയും കൂടെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ രാവിലത്തെ കലാപരിപാടികൾ ഏകദേശം അവസാനിക്കാറായി. ഇതിനിടയിൽ വേറൊരാളും അവിടെ കഷ്ടപ്പെട്ട് അമ്മയെ സഹായിക്കുന്നത് കാണാതെ പോകരുത്. വിഹാൻ അവിടെ സിങ്കിലുണ്ടായിരുന്ന വെള്ളവും അതിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ വീണ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് തന്നു കേട്ടോ. പിന്നെ ഈ സബ്ജി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും ഗ്രേവിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു കുഴമ്പ് പരുവത്തിൽ അത് മാറ്റിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അവനുള്ള ബൂസ്റ്റ് ഞാൻ ആദ്യം അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള പാലിലേക്ക് ഞാൻ ചായപ്പൊടി ഇടുകയാണ് കേട്ടോ. ചായപ്പൊടി തീരാറായിരുന്നു. ഞാനുള്ളത് മുഴുവൻ അങ്ങ് കുടഞ്ഞു. പഞ്ചസാരയും കൂടെ കൂട്ടത്തിൽ ഞാൻ അങ്ങിട്ട് തിളപ്പിക്കുവാണേ. അങ്ങനെ രാവിലത്തെ കലാപരിപാടികൾ ഏകദേശം അവസാനിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്.